എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് റൂമിൽ കയറി നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫോട്ടോസ് എഡിറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇതൊരു ബേസിക് എഡിറ്റിംഗ് ആണ്. വിശദമായിട്ടുള്ള എഡിറ്റിംഗ് നമ്മൾ വരും വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലൈറ്റ് റൂം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള, അല്ല ഇപ്പോൾ ഐഫോൺ ആണെങ്കിൽ സ്റ്റോറിൽ കയറി ഐഫോൺ ചെയ്യാനുള്ളതാണ്. സോ നമ്മളിപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലാണ് ഒരു ലൈറ്റ് റൂം ഉള്ളത്. സോ ഇത് നമ്മൾ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഓൾ ഫോട്ടോസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഇല്ലേ, നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് അപ്പോൾ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും താഴെ നമ്മൾ ഇമേജ് പ്ലസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്, അവിടെ കയറി നമ്മൾ ആഡ് കൊടുത്താൽ മതി. ആഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫോട്ടോ ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ആകും. സോ ഇമ്പോർട്ട് ആയ ശേഷം നമുക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻ്റർഫേസാണ് കിട്ടുന്നത്. സോ ലൈറ്റ് റൂം എന്ന് പറഞ്ഞാൽ ഫ്രീ വേർഷനാണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ വേർഷനായിട്ടുള്ള പ്രീമിയം ഉണ്ട്, അത് പൈസ കൊടുത്ത് തന്നെ അടയ്ക്കണം. എഡിറ്റ് എന്ന ഇൻ്റർഫേസിലേക്ക് എത്തിയിരിക്കാം. എഡിറ്റിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. ഒരുപാട് മാസ്കിങ്, ഹീലിംഗ്, ക്രോപ്പ്, പ്രിസെറ്റ്സ്, ഓട്ടോ, ലൈറ്റ്, കളർ, എഫക്ട്സ്, ഡീറ്റെയിൽ, ജോമെട്രി, ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇപ്പം പറയാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രോപ്പ് നിങ്ങൾക്ക് അറിയാം, സാധാ ചെയ്യും പോലെ ഒരു ഇമേജിൻ്റെ സൈസ് കുറയുക. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇപ്പം നമുക്ക് ഇത്രയും മതിയെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനി അടുത്തത് പ്രിസെറ്റ്സ് ആണ്. പ്രിസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്വയമായിട്ടുള്ള പ്രിസെറ്റ്സ് ഉണ്ട്. ഇനി അല്ലാത്ത റെക്കമെൻഡഡ് എന്ന് പറഞ്ഞൊരു പ്രിസെറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ അനാലിസിസ് ചെയ്തിട്ട് അതനുസരിച്ചായിട്ടുള്ളൊരു പ്രിസെറ്റ്സ് അതിനകത്തുണ്ട്. ഇത് തന്നെ കാണാൻ പറ്റും, കണ്ടോ, നല്ല സൂപ്പറായിട്ട് അവർ ഫോട്ടോസ് അനാലിസിസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ഏകദേശം നല്ല രീതിക്ക് അവർ തരും. പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യേണ്ടി ഒരു പ്രീമിയമാണ്. വ്യൂവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാടുണ്ട്. കളർ, നാച്ചുറൽ, ഇതിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. എമൗണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. പ്രോസസ്സ് ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്യാനേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓട്ടോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തമായി അനാലിസിസ് ചെയ്ത്, ഒരു ഇമേജ് അനാലിസിസ് ചെയ്ത് ഇമേജ് എത്രമാത്രം ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കണം, കുറവായിരിക്കണം, സാച്ചുറേഷൻ കൂടുതലായിരിക്കണം, കുറവായിരിക്കണം എന്ന് തീരുമാനിക്കണം ലൈറ്റ് റൂം. സോ ഇത് ഞാനിപ്പോൾ ഓട്ടോ ക്ലിക്ക് ചെയ്യാണ്. ഓട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് സ്വയമായിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് തരികയാണ്. നമുക്കതിൻ്റെ കൂടെ ഒരു ആവശ്യം പോലും ഇല്ലായിരുന്നു. ഈ എഡിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ജയിക്കുകയാണെങ്കിൽ ഇവിടെ അൺഡു ബട്ടൺ ഉണ്ട്, അൺഡു വരിക, സിമ്പിൾ. അവർ താനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അൺഡു പിടിച്ച് മാറ്റാൻ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പോഷർ ഉണ്ട്, കോൺട്രാസ്റ്റ് ഉണ്ട്, ഹൈലൈറ്റ്സ് ഉണ്ട്, ഷാഡോ, വൈറ്റ്സ്, ബ്ലാക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെറ്റൻസ്. എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഇമേജിൻ്റെ ബ്രൈറ്റ്നസ്സെ കുറിച്ച് തന്നെ, എല്ലാം ബ്രൈറ്റ്നസ്സെ കുറിച്ചാണ്. അതാണ് ആ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. നിങ്ങൾക്ക് കാണാം, കണ്ട് ഇവിടെ കൂട്ടുമ്പോൾ ഭയങ്കരമായിട്ട് കൂടുകയാണ്, ഇവിടെ കുറയുമ്പോൾ ഭയങ്കരമായിട്ട് കുറയാണ്. സോ നമുക്ക് ഭയങ്കരമായിട്ട് കൂടുകയും വേണ്ട, ഭയങ്കരമായിട്ട് കുറയുകയും വേണ്ട. ഇത്രയും മതിയോ? ഓക്കെ. ഇത്ര കോൺട്രാസ്റ്റിൻ്റെ കാര്യത്തിൽ അതൊരു ഇമേജിൻ്റെ ഷാർപ്നെസ് കൂടുതലായിരിക്കണം, കുറവായിരിക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ ഓവറായിട്ടൊന്നും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇമേജ് വല്ലാതെ കുറവാകും. ഇത്ര കുറയാണ്, കാരണം വെച്ചാൽ ഒരുപടി മുന്നിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഹൈലൈറ്റ്സ് എന്ന് വെച്ചാൽ ഈ വെളിച്ചം കൂടിയ ഭാഗം കൂട്ടാനും കുറയ്ക്കാനും. ഇത് ഷാഡോസാണ്. ഷാഡോസ് നമുക്ക് ഒരു കൂട്ടാം, കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഇരുണ്ടൊക്കെ പോയി. അതുകൊണ്ട് ഷാഡോസ് നമുക്ക് ഇരുണ്ട ഭാഗങ്ങൾ വെളിച്ചമാകുക, അല്ലെങ്കിൽ അതിനേക്കാൾ ഇരുട്ടാകുക, അതിനെക്കുറിച്ചുള്ളതാണ്. സോ ഇത് വൈറ്റിനെ കൺട്രോൾ ചെയ്യണം, ഒരു വൈറ്റ് കുറയ്ക്കാം, ബ്ലാക്കിനെയും കൺട്രോൾ ചെയ്യാം. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ കന്യാകുമാരി പോയപ്പം സൺറൈസ് എടുത്ത ഫോട്ടോയാണ്. സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺറൈസാണ് ഈ കന്യാകുമാരി പോയി കഴിഞ്ഞാൽ.
അവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ് ഈ ഒരു. നല്ല ഫോട്ടോസും അവിടെ നിന്ന് കിട്ടാൻ. ഇനി അടുത്തത് ലൈറ്റ് കഴിഞ്ഞ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറാണ് ഫസ്റ്റ് വരുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലൂ ടിൻറ്റ് വേണോ വാം ടിൻറ്റ് വേണോ അത് തീരുമാനിക്കുന്നത് ടെമ്പറേച്ചർ. സോ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. തുപ്പൂരം വാമാക്കാം. ഓക്കെ, തുപ്പൂരം അതാണ് നല്ല കാണാൻ നല്ല രസം. ഇപ്പം നിങ്ങൾക്ക് മൂടി എഫക്റ്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ബ്ലൂ ടിൻറ്റ് തന്നെ വേണം. ടിൻറ്റിൻ്റെ കാര്യം ടിൻറ്റ് മാറ്റേണ്ട കാര്യമില്ല, കാരണം കളർ അവിടെ ചേഞ്ച് ആണ്. വൈബ്രൻസ് എന്ന് വെച്ചാൽ നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അനുഭവം കിട്ടും. റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേഷൻ കൂടി. സാച്ചുറേഷൻ വൈബ്രൻസ് ഏകദേശം ഒരേ കോൺസെപ്റ്റ്സ് ആണ്. അത്രയ്ക്ക് വേണ്ട. സാച്ചുറേഷൻ ഇതും അത് തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ലൈറ്റ് നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത എഫക്ട്സിൻ്റെ കാര്യത്തിൽ കിടക്കണമെങ്കിൽ നമുക്കതിൻ്റെ ടെക്സ്ചർ, ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും പിന്നെ പിഗ്നൈറ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ വരാൻ വേണ്ടിയാണ്. സോ ഇവിടെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഓരോ സാധനം എടുത്ത് നിൽക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൂര്യൻ എടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഇരിക്കണ കാണാൻ പറ്റും അവിടെ ഹോട്ടലാണ്, അപ്പോൾ ഹോട്ടലൊക്കെ എടുത്ത് നിൽക്കുക, അതൊക്കെ കാണുന്നതാണ് എല്ലാം ഈ ഒരു എഫക്ട്സ് എന്ന് പറഞ്ഞാൽ. സോ അത് വലിയ മാറ്റമൊന്നും വേണ്ട, കാരണം എല്ലാം നമ്മൾ കൃത്യമായിട്ട് കാണുന്നു. ഈ ക്ലാരിറ്റി ബിഫോർ ഫോട്ടോ ആഫ്റ്റർ ഫോട്ടോ അറിയാൻ വേണ്ടി ജസ്റ്റ് ആ ഒരു പിക്ചർ ലോങ് പ്രസ് ചെയ്താൽ മതി, നമുക്ക് ബിഫോർ ഫോട്ടോയും കിട്ടും. ഇപ്പം ഇങ്ങനെയാണ് ബിഫോർ ഫോട്ടോ. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പം ആഫ്റ്റർ കളർ ഗ്രേഡിങ് അറിയാൻ പറ്റുന്നത് ആഫ്റ്റർ ഫോട്ടോ. വിഗ്നൈറ്റ് അറിയാം, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ബ്ലാക്ക്, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വൈറ്റ്. നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കും. സോ ബ്ലാക്ക് ആയിട്ടുള്ള വിഗ്നൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മിഡ് പോയിന്റ് ഇത് വിഗ്നൈറ്റിൻ്റെ അടിയിലുള്ള എല്ലാ സംഭവങ്ങളും. സോ റൗണ്ട് എത്ര മാത്രം വേണമെന്ന് തീരുമാനിക്കണം. ഓക്കെ, സോ ഇവിടെ ഇത്രയും മതി. ഇനി ഡീറ്റെയിൽസിൻ്റെ കാര്യത്തിൽ പറയുന്നത് ഷാർപ്പനിങ്, ഓരോ സാധനങ്ങൾ ഷാർപ്പായിട്ട് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ താഴെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതിൻ്റെ റേഡിയസ് കൺട്രോൾ ചെയ്യാൻ, ഡീറ്റെയിൽ കൺട്രോൾ ചെയ്യാൻ, എനിക്ക് എത്രമാത്രം ഡീറ്റെയിൽസ് വേണം. ഹോട്ടലിൻ്റെ ഡിസൈനിങ് തന്നെ കണ്ടില്ല, സൂപ്പറായിട്ട് ഓരോ തരി എടുത്ത് കാണിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഈ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ മാസ്കിങ്, നോയ്സ് റിഡക്ഷൻ, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെയല്ലേ നമുക്ക് പിന്നീടുള്ള വീഡിയോകളിൽ നമുക്ക് നോക്കാം. സോ എഡിറ്റിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിപ്പം ഈ സെറ്റിങ്സ് കോപ്പി ചെയ്യാൻ ചിലപ്പോൾ താല്പര്യം കാണും. സോ അത് ചെയ്യാൻ വേണ്ടി ഇവിടെ 3 കുത്തുള്ള ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് കോപ്പി സെറ്റിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ച സെറ്റിങ്സ് എല്ലാം കോപ്പി ചെയ്ത് നമുക്ക് വേറൊരു പടത്തിൽ കയറിയിട്ട് അവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു പേസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു കോപ്പി സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ സേവ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഷെയർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, നിങ്ങൾ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കാണാൻ പറ്റും. ഷെയർ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്സാപ്പിലേക്ക് അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് ഷെയർ ചെയ്യാനാണ് ഷെയർ ടു എന്ന് പറഞ്ഞാൽ. സേവ് ടു ഡിവൈസ് എന്ന് വെച്ചാൽ ഈ ഡിവൈസിലേക്ക് സേവ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഒന്ന് ഗെറ്റ് ലിങ്ക്, ഇതിൻ്റെ ലിങ്ക് കിട്ടാൻ 3 നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് പ്രീമിയത്തിലേ കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ആസ്. സേവ് ടു ഡിവൈസ് എന്ന് വെച്ചാൽ ഡിവൈസിലേക്ക് സേവ് ചെയ്യുക, അത് ഏത് ഫോർമാറ്റ് ഒന്നും പറയാനില്ല.
ഇവിടെ എക്സ്പോർട്ട് ആസ് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യുക, ഈ ഒരു ഇമേജ് എക്സ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്യുക, കാണാൻ പറ്റും ഇവിടെ JPG ഒക്കെ ഉണ്ടെങ്കിൽ JPG, DNG ടിഫ് ഒറിജിനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഡയമെൻഷൻസ്, ലാർജസ്റ്റ് അവൈലബിൾ ഡയമെൻഷൻ അല്ലെങ്കിൽ കസ്റ്റം, പിന്നെ ക്വാളിറ്റി 100%, അതായിരിക്കും ഇൻക്ലൂഡിങ് വാട്ടർമാർക്ക്. നിങ്ങൾക്ക് വാട്ടർമാർക്ക് വേണമെങ്കിൽ വാട്ടർമാർക്കും ക്ലിക്ക് ചെയ്യുക, സോ വേണ്ടെങ്കിൽ വേണ്ട. ഇനി ഈ ടിക്ക് കൊടുത്ത ശേഷം ഈ ഒരു ഫോട്ടോ എക്സ്പോർട്ടായി. സോ നമ്മൾ ബാക്ക് അടിക്കുകയാണെങ്കിൽ കിടന്നിരുന്ന ഫോട്ടോ അത് എഡിറ്റഡായി. മുമ്പിരുന്ന ഇങ്ങനെ ഈ ഒരു ഫോട്ടോ ആയിരുന്നു, അതിന് ശേഷമുള്ള ഫോട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.